പ്രിയ സ്നേഹിതരെ, ആത്മബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെ മനുഷ്യരും. ഒരു ദിവസത്തേക്ക് മാത്രം ചുരുങ്ങുന്ന ബന്ധങ്ങളല്ല, ശാശ്വത ബന്ധങ്ങളാണ് പലരും ആഗ്രഹിക്കുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ ആദ്യം ആശ്രയിക്കുന്നത് ആരെയാണ്? സാധാരണയായി നമ്മോട് ഒരുപാട് അടുപ്പമുള്ള, നമ്മെ നന്നായി അറിയാവുന്ന, നമ്മെ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്കല്ല നാം ആശ്വാസത്തിനായി ഓടിയെത്തുക. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നൊരു ഹൃദയമുള്ളത് കൊണ്ടാണ് മനുഷ്യരിങ്ങനെ മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ അഭയം പ്രാപിക്കുവാൻ കൊതിക്കുന്നത്. ഏകനാകുവാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് അവർ ബാറിലേക്കും ക്ലബിലേക്കും പാർട്ടികളിലേക്കും അയൽവക്ക കൂട്ടായ്മകളിലേക്കും ഫുട്ബോൾ കോർട്ടിലേക്കും ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്കും എന്തിനേറെ റെസ്റ്റോറൻറ്റിലേക്കും തിയേറ്ററിലേക്കും ഓടിയെത്തുന്നത്. ചിലപ്പോൾ ഒരുപാട് യാമങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലുമൊക്കെ ചെലവഴിക്കുന്നതും. ഇനി ഒരിക്കലും കാണാൻ ഇടയില്ലാത്തവരോട് പോലും ഒരു സൗഹൃദമുണ്ടാവാൻ കൊതിക്കുന്നത് ഒറ്റയ്ക്കാകുമെന്ന ഭയത്തെ അതിജീവിക്കാൻ തന്നെയാണ്. സഭയുടെ കൂട്ടായ്മയ്ക്കും മനുഷ്യരുടെ ഏകാന്ത ദുഃഖത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയേണ്ടിയിരിക്കുന്നു. മദ്യത്തേക്കാൾ ലഹരി പ്രാർത്ഥനാനുഭവങ്ങൾ കൊടുക്കാനാവണം. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ വേണ്ടി സങ്കല്പ ആശ്വാസ വഴികൾ തേടി ലഹരിയിലേക്ക് പോകുന്നവർക്ക് യാഥാർത്ഥ്യത്തെ വെളിവിളിക്കുവാനുള്ള കരുത്ത് പകരുന്ന സുവിശേഷമായി മാറാനാവണം. മനുഷ്യർ അവിടെ സങ്കടം ഇറക്കി വയ്ക്കാനുള്ള ആശ്വാസഗേഹമാകണം ഓരോ ദേവാലയവും. അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോഴാണ് അവർ ലോകത്തിൻ്റെ സൗഹൃദ വലയത്തിലേക്ക് ഓടിപ്പോകുന്നത്. ഈ ലോകത്ത് നമ്മളിപ്പോൾ ഒന്നിച്ച് ജീവിക്കുമ്പോഴും പരസ്പരം തിരിച്ചറിയാനാകാത്ത വിധം ഹൃദയം കൊണ്ട് ഒരുപാട് അകലെയാണെന്നേ. ഒരുപാട് പേർ സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, പക്ഷേ നമ്മളാരും കാണുന്നില്ലെന്നേയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അറിയണമെന്നും അത് നമ്മുടേതുപോലെ പരിഹരിക്കപ്പെടണമെന്നും. ക്രിസ്തുവാണ് നമുക്കുള്ള മാതൃകയും പ്രചോദനവും. അവൻ സ്നേഹിച്ചതുപോലെ നമുക്കും അവനെ സ്നേഹിക്കാനാവണം. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. യോഹന്നാൻ 15:12. ഇത് അവൻ്റെ ഉപദേശമോ അപേക്ഷയോ അല്ല, കൽപ്പനയാണ്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളോ രാഷ്ട്രീയമോ തത്വങ്ങളോ അല്ല നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുന്നത്. പരസ്പരം സ്നേഹിക്കുന്ന ആ അടുപ്പമാണ് നാം വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന സത്യത്തിൻ്റെ ഏറ്റവും ശക്തമായ സാക്ഷ്യം. ആകയാൽ ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ലവ് ലൈക്ക് ജീസസ് ലവ്സ്. ആമേൻ.